Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഇലക്ട്രിക് ഫ്ലക്സ് അതുപോലെ തന്നെ ഗോസസ് ലോ ഇവയുടെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഗോസസ് ലോയുടെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 അപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് നമുക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ അതൊന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഒരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഗോസസ് ലോയുടെ അപ്ലിക്കേഷൻസ് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ 3 അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് എന്താണ്? ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ ആണ്. അതായത് ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വയർ, അത് കാരണം ഉണ്ടാവുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കേസിൽ പറയുന്നത്. സെക്കൻഡ് കേസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ആണ്. അതായത് ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റിന്റെ കേസിൽ എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് കാണുന്നത്. തേർഡ് കേസിൽ അഗെയിൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. അപ്പൊ ഇങ്ങനെ 3 കേസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 3ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് ഫീൽഡ് ഡ്യൂ ടു, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ എങ്ങനെയാണ് കാണാന്നുള്ളത് നോക്കാം. അപ്പൊ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അല്ലെ. അതായത് യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു വയറാണ്, അത് ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ളതാണ്, അതുപോലെ തന്നെ അത് കാരണം ഉണ്ടാവുന്ന നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങനെ കാണാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഡയഗ്രം വരയ്ക്കാൻ പറ്റുക നോക്കാം അല്ലെ. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആണെന്ന് പറഞ്ഞു. ഇത് നമ്മളിവിടെ ഒരു പോർഷൻ മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ഇൻഫൈനൈറ്റ് ലെങ്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ നമുക്ക് ഏതെങ്കിലും ഒരു ചാർജ് എടുക്കാം. സപ്പോസ് വി ആർ ടേക്കിംഗ് പോസിറ്റീവ് ചാർജ്. ഇത് പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ യൂണിഫോംലി ചാർജ്ഡ് ആണ്. സോ വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഇത്തരം ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് വയർ എടുത്തു കഴിഞ്ഞാൽ ഇത് കൊണ്ടുണ്ടാവുന്ന ഒരു അതായത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ സപ്പോസ് ഹിയർ വി ആർ ടേക്കിംഗ് എ പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ അതായത് ഗോസസ് ലോയുടെ അപ്ലിക്കേഷൻസ് 3 കേസസിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള റൂൾസ് ആണ് ചെയ്യുന്നത്. അതായത് ഒരേ രീതിയിലാണ് നമ്മൾ ഡെറിവേഷൻ ചെയ്യുന്നത്. അപ്പൊ അതെന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്കിപ്പോൾ ഒരു പോയിന്റ് പി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം. അതായത് നമ്മൾ പറഞ്ഞു ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി എ ക്ലോസ്ഡ് സർഫസ് അല്ലെ. ഒരു ക്ലോസ്ഡ് സർഫസിൽ മാത്രമാണ് നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, ഒരു പോയിന്റ് പി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുണ്ടാവുന്ന ഒരു ഗോഷ്യൻ സർഫസ് അതായത് എനി ഷേപ്പ് നമുക്ക് അസ്യൂം ചെയ്യാം. നമ്മളിവിടെ ഒരു ഷേപ്പ് ഇമാജിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഒരു ഗോഷ്യൻ സർഫസ് ഫോം ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫീൽഡ്, അതായത് അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ആ ഗോഷ്യൻ സർഫസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഗോസസ് ലോ യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് കാണുന്നത്, ഇലക്ട്രിക് ഫീൽഡ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഗോസസ് ലോ യൂസ് ചെയ്യാണ്. ഗോസസ് ലോ യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടുന്ന, അതായത് രണ്ടാമത്തെ കേസിൽ നിന്നും മൂന്നാമത്തെ കേസിൽ നിന്നും കിട്ടുന്ന ഇക്വേഷൻസിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് കാണാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയുമാണ്, ഈ 4 സ്റ്റെപ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം. അത് കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ആ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു ഇക്വേഷൻ ആയിട്ട് എഴുതാം. മൂന്നാമത്തെ കേസിൽ നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്നു. ഗോസസ് ലോയിൽ നിന്ന് കിട്ടുന്ന ഫൈനൽ ഇക്വേഷനെ മറ്റൊരു ഇക്വേഷൻ ആയിട്ട് എഴുതുന്നു. ഈ 2 ഇക്വേഷൻസിനെയും കൂടി ഒന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ ആവും. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസിൽ ഇവിടെ നിന്നുള്ളത് ഒരു ഇൻഫിനിറ്റ് ലോങ് വയർ ആണ്, which is uniformly charged. So here we have to consider an infinitely long straight conductor having a charge density lambda. നമ്മൾ ചാർജ് ഡെൻസിറ്റിയുടെ കേസ് നേരത്തെ പറഞ്ഞതാണ്. ലാംഡയുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ലാംഡ is equal to Q by L ആണ്. കാരണം ഇവിടെ ലെങ്ത് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി കാണുന്നത്. സോ നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം, കൺസിഡർ യൂണിഫോംലി ചാർജ്
straight uniformly charged straight wire having linear charge density lambda is equal to q by l. ഇതിൽ നിന്ന് q ന്റെ വാല്യൂ കാണാലോ, q is equal to lambda into l എന്ന് കിട്ടും. അതായത് ഇവിടെ നമ്മളൊരു ചെറിയൊരു ലെങ്ത് എൽ എന്ന് പറയുന്ന ഒരു ലെങ്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലെങ്ത്തിൽ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ക്യൂ വിൽ ബി ഈക്വൽ ടു ലാംഡ ഇൻറ്റു എല്ലിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് കാണാൻ എന്ത് ചെയ്താൽ മതി? ലാംഡ ഇൻറ്റു എല്ല് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇനി നൗ വി ഹാവ് ടു ഇമാജിൻ എ ഗോഷ്യൻ സർഫസ്. അതൊരു ഇമാജിനേഷൻ ആണ്. വി ആർ ഇമാജിൻ എ ഗോഷ്യൻ സർഫസ്. അത് എന്തായിരിക്കണം? ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം വരയ്ക്കാൻ. അപ്പൊ ഇവിടെ ഇതൊരു ലെങ്ത് ആണുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു കവർ ദിസ് ഹോൾ ലെങ്ത്. അപ്പൊ അതിനെ ക്ലോസ്ഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹിയർ വി ആർ കൺസിഡറിങ് എ സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗോഷ്യൻ സർഫസ് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് സിലിണ്ടർ. സോ ഹിയർ വി ആർ കൺസിഡറിങ് എ സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസ്. ഇനി അതെങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അതായത് പി എന്ന് പറയുന്ന പോയിന്റിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് വരയ്ക്കുന്നത്. സോ ഹിയർ വി ക്യാൻ അസ്യൂം ഓർ വി ക്യാൻ ഇമാജിൻ എ uniformly here, yes, this is a Gaussian surface in the form of a cylinder. So this is a cylinder and which has a length L and the radius can be taken as R. Okay, അപ്പൊ ഇവിടെ R എന്ന് പറയുന്നതാണ് അതിന്റെ റേഡിയസ്, L എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് ആണ്. ഇനി ചെയ്യേണ്ടത് ഇവിടെ P എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമ്മളൊരു ഇവിടെയാണ് നമുക്ക് എന്ത് കാണേണ്ടത്? ആദ്യം ഇലക്ട്രിക് ഫ്ലക്സ് കാണേണ്ടത്. അതെ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് പി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്ട്രേറ്റ് വയർ ആണ്. അറ്റ് എ പോയിന്റ് പി ആണ് നമ്മൾ കാണുന്നത്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദിസ് യൂണിഫോംലി ചാർജ്ഡ് സ്ട്രേറ്റ് വയർ എന്ത് ചെയ്യാണ്? വി ആർ അസ്യൂമിങ് എ ഗോഷ്യൻ സർഫസ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ. സിലിണ്ടറിന്റെ ഫോമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഗോഷ്യൻ സർഫസ് അസ്യൂം ചെയ്തിട്ടുള്ളത്. ഇനി ചെയ്യേണ്ടത് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ, അതായത് നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഫ്ലക്സ് കാണാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർ. എന്താണ്? സിലിണ്ട്രിക്കൽ ഫോമിലുള്ള ഒരു ഗോഷ്യൻ സർഫസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് കാണണം. അപ്പൊ ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലെ. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ്. സോ എങ്ങനെയാണ് നമുക്ക് ഇ ഡോട്ട് ഡി എസ് കാണുന്നത്? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണെന്ന് കാണണം. അതുപോലെ തന്നെ ഡി എസ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളത് കാണണം. അപ്പൊ ആദ്യം നമുക്ക് ഈ പി എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം, ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചാർജ് പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ പോസിറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ഫീൽഡ് എപ്പോഴും എങ്ങോട്ടായിരിക്കും ഡയറക്ട് ചെയ്തിട്ടുള്ളത്? ദാറ്റ് വിൽ ബി ഡയറക്റ്റഡ് എവേ ആയിരിക്കും അല്ലെ. എവേ ഫ്രം ദി ചാർജ് ആണ്. സോ ഹിയർ വി ഹാവ് ദ ഡയറക്ഷൻ ഓഫ് ഇ. ക്ലിയർ ആണല്ലോ? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ദാറ്റ് ഈസ് ഡയറക്റ്റഡ് എവേ. ഇനി സപ്പോസ് വി ആർ കൺസിഡറിങ് 2 പോയിന്റ്സ് ഓൺ ബോത്ത് ദ എൻഡ് സർഫസസ്. ഇനി ഒരു സിലിണ്ട്രിക്കൽ സർഫസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ഭാഗങ്ങളുണ്ട്? അതായത് ഹിയർ വി ഹാവ് എത്ര റീജിയൻസ് നമുക്ക് കാണാൻ കഴിയും? അതായത് 2 സർഫസസ് ഇവിടെ ഉണ്ട്, 2 എൻഡ് സർഫസസ് ഉണ്ട്, ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 3 സർഫസ് ആണ് എന്തുള്ളത്? ഒരു സിലിണ്ടറിനുള്ളത് അല്ലെ. അപ്പൊ ഈ 3 സർഫസിലും ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻസ് സെപ്പറേറ്റ് ഒന്ന് കാണണം. നമുക്കറിയാം ഇത് എൻഡ് സർഫസസ് ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഒരു സിലിണ്ടർ ഇരിക്കുന്നത്? സപ്പോസ് ഹിയർ വി ആർ കൺസിഡറിങ് ആസ് എ സിലിണ്ടർ. ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ 2 എൻഡ് സർഫസസ് കാണാം, 1, 2. ഓക്കെ, ഈ 2 എൻഡ് സർഫസസിന് പുറമെ എന്തുണ്ട്? ഹിയർ വി ഹാവ് എ കർവ്ഡ് സർഫസ്. ഇവിടെ ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്. അപ്പൊ ഈ കർവ്ഡ് സർഫസ് എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. ഇറ്റ് ഹാസ് എ ലെങ്ത് എൽ ആൻഡ് റേഡിയസ് ആർ. ഇവിടെ 2 എൻഡ് സർഫസസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കണം? അതിന് നോർമൽ ആയിരിക്കണം. അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മൾ ഏരിയ വെക്ടർ വരയ്ക്കാൻ. അപ്പൊ ഏരിയ വെക്ടർ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്? ഇത് സർഫസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് നോർമൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? യെസ്, ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. ഓക്കെ, നോർമൽ വരയ്ക്കുമ്പോൾ അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്? ഇങ്ങനെയായിരിക്കും ഡി എസിന്റെ ഡയറക്ഷൻ വരുന്നത്. ഓൺ ദ ബിലോ പോർഷൻ ഓൾസോ ദാറ്റ് ഷുഡ് ബി ദ സെയിം അല്ലെ. താഴെയാണെങ്കിലും എങ്ങനെയാണ് വരുന്നത്? താഴത്തേക്കാണ് വരുന്നത്. ബിക്കോസ് ദിസ് ഈസ് ദ സർഫസ് ആൻഡ് സർഫസ് ഏരിയ ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദാറ്റ്. നോർമൽ ആയിരിക്കണം. ദിസ് ഈസ് ദ സർഫസ്, സോ ദിസ് ഷുഡ് ബി നോർമൽ ലൈക്ക് ദിസ്. ദിസ് ഈസ് ഡി എസ് ആൻഡ് ഹിയർ ഓൾസോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ദിസ് ഈസ് ഡി എസ്. And what about the direction of electric field in both the end surfaces? 2 end surfaces ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും വരിക? അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു പോസിറ്റീവ് ചാർജ് ആണ്. ഹിയർ ഓൾസോ വി ഹാവ്, സോ ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഹിയർ ഓൾസോ ഇറ്റ് ഷുഡ് ബി ഔട്ട്വേർഡ്സ്. ഇനി ഇവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ആംഗിൾ. ഓക്കെ, വൺ മോർ തിങ് ഈസ് ഈ കേസിൽ, അതായത്
ഡി എസിന്റെ ഡയറക്ഷൻ ഇവിടെ എങ്ങനെയാണ്? അപ്വേർഡ്സ് ആണ്, ഇവിടെ ഡൗൺവേർഡ്സ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് പോർഷൻ, അതായത് കർവ്ഡ് സർഫസിന്റെ പോർഷൻ എങ്ങനെയായിരിക്കും? കർവ്ഡ് സർഫസിൽ നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ റേഡിയസ് ആണെന്ന് അറിയാം. ഇനി കർവ്ഡ് സർഫസിന്റെ കേസിൽ നമുക്ക് എപ്പോഴും പെർപെൻഡിക്കുലർ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ റേഡിയസിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ, കഴിഞ്ഞ ഫ്ലക്സ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. സോ ദാറ്റ് ആർ ഷുഡ് ബി എക്സ്റ്റെൻഡഡ്. അപ്പൊ കിട്ടുന്ന ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. So this is here P I am writing here, and this is ds. So ds ന്റെ direction is same as that of electric field direction അല്ലെ. അപ്പൊ ഇവിടെ 3 കേസസ് കിട്ടിയിട്ടുണ്ട്, ds നും. ഇനി ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു ഇവിടെയാണ്. So here it is x, that means ഓക്കെ ഔട്ട്വേർഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 3 കേസസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെയും അതുപോലെ തന്നെ ഏരിയ വെക്ടറിന്റെയും ഡയറക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ആംഗിൾ എങ്ങനെയാണെന്ന് നോക്കി നോക്കൂ. ഇവിടെ ഹിയർ വി ആർ ഗെറ്റിംഗ് 90 ഡിഗ്രി and here we have 0 degree, theta is equal to 0 degree, and this means here again 90 degree, theta 90 degree ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഇലക്ട്രിക് ഫ്ലക്സ് കാണാമല്ലോ. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ 2 എൻ സർഫസസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് പ്ലസ് എന്ത് ചെയ്യണം? കർവ്ഡ് സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് കാണണം. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇന്റഗ്രൽ, അതായത് കർവ്ഡ് സർഫസ് ഇലക്ട്രിക് ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ് പ്ലസ് എന്ത് ചെയ്യാം? n സർഫസസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ്, ദാറ്റ് മീൻസ് ഇ ഡോട്ട് ഡി എസ്. ഇനി ഇവിടെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് കർവ്ഡ് സർഫസിന്റെ കേസിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് വരുന്നത്? 90 ഡിഗ്രി അല്ലേ വരുന്നത്? സോറി, കർവ്ഡ് സർഫസിൽ എത്രയാണ്? 0 ഡിഗ്രി ആണ് വരുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? ഇ ഇൻറ്റു ഡി എസ് കോസ് 0 പ്ലസ് അടുത്ത കേസിൽ ഇന്റഗ്രൽ എൻ സർഫസിന്റെ കേസിലാണെങ്കിൽ എത്രയാണ്? 90 ഡിഗ്രി ആണ് അല്ലെ. സോ ഇ ഇൻറ്റു ഡി എസ് കോസ് 90 എന്ന് വരില്ലേ? ഓക്കെ, കോസ് 0 1 ആണ്, കോസ് 90 എത്രയാണ്? 0 ആണ്. അപ്പൊ ഈ ഒരു ടേം 0 ആയിട്ട് പോകും. അപ്പൊ എങ്ങനെ എഴുതാം? നമുക്ക് ടോട്ടൽ ഇക്വേഷൻ φ is equal to ഇന്റഗ്രൽ ഇ ഡി എസ് എന്ന് എഴുതാമല്ലോ. ഇവിടെ കർവ്ഡ് സർഫസ് ആണ്. ഓക്കെ, കർവ്ഡ് സർഫസിന്റെ കേസിൽ ഇ ഡി എസ് എന്ന് എഴുതാം. കോസ് 0 1 ആണ്, പ്ലസ് 0 ആണ്. സോ ദാറ്റ് φ വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡി എസിന് ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം ഇ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ φ is equal to ഇ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഇ ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. സോ ഇ വിൽ ബി ഈക്വൽ ടു, ദാറ്റ് മീൻസ് φ വിൽ ബി ഈക്വൽ ടു ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ്. ഇനി ഒരു സിലിണ്ടറിന്റെ കേസാണ്. ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ what will be integral ds? ഇവിടുത്തെ സർഫസ് ഏരിയ കണ്ടാ പോരെ. സോ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ഏരിയ ആണ്, ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ഒരു സിലിണ്ടറിന്റെ കേസിൽ ഉണ്ടാവുന്ന ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലെ. എത്രയാണ്? ഇന്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു 2 π r l അല്ലെ. r ആണ് ഇവിടുത്തെ റേഡിയസ്, l is the length. So 2 π r l is the surface area. So what we can write here? Phi is equal to E into 2 π ആർ എൽ എന്ന് എഴുതാം. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ടോട്ടൽ ഫ്ലക്സ് കിട്ടി. ഐ വിൽ ജസ്റ്റ് റിപ്പീറ്റ് ദാറ്റ്. ഹിയർ വി ആർ കൺസിഡറിങ് എ സിലിണ്ടർ, cylindrical Gaussian surface, and we have to find the electric field at P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കാണുന്നത്. സോ ഹിയർ വി ഹാവ് ദ ഡയറക്ഷൻസ് ഓഫ് ഡി എസ് ആൻഡ് ഇ. ഓക്കെ, അതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. അതായത് ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? 2 എൻ സർഫസസിലുള്ള കേസിൽ അതിന്റെ ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും? അപ്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. സോ ഹിയർ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ദാറ്റ് വിൽ ബി ഡയറക്റ്റഡ് എവേ, ബിക്കോസ് ഹിയർ വി ആർ ടേക്കിംഗ് ദ പോസിറ്റീവ് ചാർജ്, ആൻഡ് ഹിയർ വി വിൽ എക്സ്റ്റെൻഡ് ദ റേഡിയസ് വെക്ടർ ഇൻ ദിസ് കേസ് ഓഫ് കർവ്ഡ് സർഫസ്. അത് കർവ്ഡ് സർഫസിന്റെ ജനറൽ കേസ് ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ റേഡിയസ് വെക്ടർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. സോ വി വിൽ ഗെറ്റ് ദ ഡയറക്ഷൻ. സോ ഹിയർ ദാറ്റ് ഇൻ എൻ സർഫസസ് വി ആർ ഗെറ്റിംഗ് ദ ആംഗിൾ as theta is equal to 90 degree, and in curved surface we are getting theta as 0 degree. അപ്പൊ അതാണ് ഇവിടെ എഴുതിയത്. അതായത് എൻ സർഫസസിൽ ഉണ്ടാവുന്നത് 90 ഡിഗ്രി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്ത് പോകും. മാത്രമല്ല ഇവിടെ കർവ്ഡ് സർഫസിൽ എന്താണ്? ആംഗിൾ 0 ആണ്. theta is equal to 0 ആയതുകൊണ്ട് അത് മാത്രമാണ് ഇവിടെ റിമെയിൻ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഇന്റഗ്രൽ ഇ ഡി എസ് എന്ന് കിട്ടും. ഇനി ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് ആണ്. ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് 2 π r l ന് ഈക്വൽ ആണ്. സോ ദാറ്റ് മീൻസ് φ is equal to E into 2 π r l. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ ടോട്ടൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഗോസസ് ലോ ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഗോസസ് ലോ അപ്ലൈ ചെയ്യുക? ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 into Q ആണ് അല്ലെ. ഇനി ഇവിടുത്തെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്.
അതായത് 1/ε0 എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഹിയർ വി ഹാവ് ടു കാൽക്കുലേറ്റ് ഓൺലി ക്യൂ. നമുക്ക് ക്യൂ മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ കേസിൽ ഉണ്ടായിരുന്ന ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യൂ വിൽ ബി ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൽ ആണ്. എൽ എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ലാംഡ എല്ലിന് ഈക്വൽ ആണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/ε0 ഇൻറ്റു ലാംഡ എൽ. ഇനി ഇതിനെ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. ദിസ് ഈസ് സെക്കൻഡ് ഇക്വേഷൻ. നൗ വി ക്യാൻ compare both the equations or we can equate equation 1 and 2. അപ്പൊ എന്താ കിട്ടുന്നത്? phi ആണ് രണ്ട് സൈഡിലും. അതായത് phi is equal to integral E dot ds ആണ്. So that means here phi is equal to E into 2 pi RL and here again phi is equal to 1/ε0 into lambda L. Equate ചെയ്യാലോ. LHS രണ്ടും same ആണ്. So the RHS also will be the same. So how we can write? E into 2 pi RL is equal to എങ്ങനെ എഴുതാം? 1/ε0 into lambda L. ഓക്കെ, ഇവിടെ എൽ വിൽ ഗെറ്റ് ക്യാൻസൽഡ്. എല്ലും എല്ലും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി വരുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അല്ലേ കാണേണ്ടത്. സോ വി ക്യാൻ റീഅറേഞ്ച്. എന്ത് കിട്ടും? E is equal to ലാംഡ ഡിവൈഡഡ് ബൈ 2πε0 R എന്ന് വരും. Or it can be written as 1/2πε0 into lambda by R. അങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. അത് ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യത്തിന് അങ്ങനെ എഴുതാം. That will be equal to lambda divided by 1/2πε0 into 1/2πε0 into lambda by R എന്നും എഴുതാം. So this is the equation for finding the electric field intensity due to an infinitely long straight uniformly charged wire. Okay, ഇത്രയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ കേസിൽ എന്താ ചെയ്തത്? യെസ്, ഗോസസ് ലോ അപ്ലൈ ചെയ്തു. സോ ഗോസസ് ലോ എന്താ പറയുന്നത്? ഇന്റഗ്രൽ E dot ds. phi is equal to integral E dot ds that is equal to 1/ε0 Q ആണ്. ടോട്ടൽ ചാർജ് Q എന്ന് പറയുന്നത് ലാംഡ എല്ലിന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/ε0 ലാംഡ എൽ. ഓക്കെ, ദെൻ ഇക്വേഷൻ 1 and 2 ൽ നിന്ന് LHS സെയിം ആയതുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ ഒന്ന് RHS കൂടെ ഇക്വേറ്റ് ചെയ്യാം. സോ E into 2 pi RL will be equal to 1/ε0 into lambda L ആണ്. എല്ലും എല്ലും ക്യാൻസൽ ചെയ്തു. ദെൻ റിമൈനിങ് E നമുക്ക് കാണേണ്ടത് അവിടെ E ആണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. സോ E will be equal to lambda by 2πε0 into R എന്ന് എഴുതാം. ഓർ നമുക്ക് ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 1/2πε0 into lambda by R എന്ന് എഴുതാം. അവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/4πε0 വരും അല്ലെ. അതിന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളെ ഫസ്റ്റ് ഡെറിവേഷൻ, എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ക്ലിയർ? നൗ വി ക്യാൻ മൂവ് ടു ദ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ. The application is field due to a uniformly charged infinite പ്ലെയിൻ ഷീറ്റ്. അതായത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഷീറ്റ് കാരണം ഉണ്ടാവുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ആണ്. അതായത് ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുക? സപ്പോസ് ഹിയർ വി ആർ ഹാവിംഗ് എ ഷീറ്റ്. ഓക്കെ, ഇത് ഇൻഫിനിറ്റ് ആയിരിക്കും. അതായത് അപ്വേർഡ്സ്, ഡൗൺവേർഡ്സ്, സൈഡ് വേസ് എങ്ങനെയായിരിക്കും? അത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു പ്ലെയിൻ ഷീറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ക്യാൻ ബി ഷോൺ ലൈക്ക് ദിസ്. ഓക്കെ, അതിന്റെ ഒരു പാർട്ടാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് യൂണിഫോംലി ചാർജ്. അതായത് നമ്മൾ പോസിറ്റീവ് ചാർജസ് ആണ് എടുത്തിട്ടുള്ളത്. സോ ഡ്യൂ ടു ദിസ് ചാർജ് വി ഹാവ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്. അപ്പൊ ഈ ഷീറ്റ് കാരണം ഉണ്ടാവുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡാണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കൺസിഡറിങ് എ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഹാവിംഗ് സർഫസ് ചാർജ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സർഫസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു സിഗ്മ ഇസ് ഈക്വൽ ടു Q by A. ഓക്കെ, സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു Q by A. ഇനി അതിൽ നിന്ന് അവിടുത്തെ ടോട്ടൽ ചാർജ് എങ്ങനെ കാണാം? Q will be equal to സിഗ്മ into A ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഒരു യൂണിഫോംലി ചാർജ്ഡ് ആണ്. ഇത് എല്ലാ സൈഡിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ടിൽ ഇൻഫിനിറ്റി. ഇനി നമുക്ക് യൂണിഫോംലി ചാർജ്ഡ് ആണ്, നമ്മൾ എടുത്തിട്ടുള്ളത് പോസിറ്റീവ് ചാർജ് ആണ്. ഹിയർ ഇറ്റ് ഹാസ് ദ ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു Q by A. നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ആ പോയിന്റിനകത്ത് ഉണ്ടാവുന്ന, അതായത് ഇതിനടുത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ പോയിന്റിനകത്ത് ഉണ്ടാവുന്ന, സപ്പോസ് ഹിയർ വി ആർ കൺസിഡറിങ് പോയിന്റ് P.
ഓക്കെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാന്നുള്ളത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്സ് തന്നെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഹിയർ ഓൾസോ വി ഹാവ് ടു കൺസിഡർ എ ഗോഷ്യൻ സർഫസ്. അതായത് ഒരു ഗോഷ്യൻ സർഫസ്, ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗോഷ്യൻ സർഫസ് വി ഹാവ് ടു കൺസിഡർ. എനി ഷേപ്പ് വി ക്യാൻ അസ്യൂം. നമ്മൾ ഇവിടെ എടുക്കുന്നത് വീണ്ടും നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഗോഷ്യൻ സർഫസ് ആണ്. ഈ പോയിന്റ് പി യെ കവർ ചെയ്യുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. സോ ദിസ് ഇസ് ഓൾമോസ്റ്റ് അറ്റ് ദ സെന്റർ. നമുക്കറിയാം ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ്. സോ നമ്മൾ ഇതിന്റെ ഒരു പാർട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, വി ആർ കൺസിഡറിങ് ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഗോഷ്യൻ സർഫസ് ആണ് എടുക്കുന്നത്. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹിയർ ദിസ് വിൽ ബി എക്സ്റ്റെൻഡഡ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് എ സിലിണ്ടർ. നമുക്ക് ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഫോം ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ കേസ് ഓഫ് എ ഗോഷ്യൻ സർഫസ്. അപ്പൊ നമ്മൾ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഇവിടെ എങ്ങനെയാണ് അതിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് കാണാന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ നേരത്തെ കണ്ട സെയിം മെത്തേഡ് തന്നെയാണ് എന്താണ് നമുക്ക് ഉള്ളത്. ഒരു പോയിന്റ് പി ആണുള്ളത്. അപ്പൊ ഈ പോയിന്റ് പിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണണം. അതുപോലെ തന്നെ എന്ത് കാണണം? ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻസ് കാണണം. ഇവിടെ പോസിറ്റീവ് ചാർജ് എടുത്തത് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ദാറ്റ് വിൽ ബി ഔട്ട്വേർഡ്സ്. ഓക്കെ, ഇ ആണ്. ദെൻ ഹിയർ വി ഹാവ് ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് വരിക? അതായത് ഈ സൈഡിൽ ഉണ്ടാവുന്നത് ഹിയർ ഇറ്റ് വിൽ ബി ഹാവിംഗ് ദ ഡയറക്ഷൻ ഇ, ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഹിയർ ഓൾസോ ഇറ്റ് വിൽ ബി ഡയറക്റ്റഡ് എവേ. ഇ എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് എന്താണ് ഈ സർഫസ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ന് കിട്ടുന്നത്, ഏരിയ വെക്ടർ കിട്ടുന്നത്. ദാറ്റ് വിൽ ബി ds. പെർപെൻഡിക്കുലർ ആണ്, നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമുക്ക് കിട്ടുന്ന സർഫസിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഏരിയ വെക്ടർ വരയ്ക്കുന്നത്. ഹിയർ ഓൾസോ വി ആർ ഹാവിംഗ് ദ സെയിം ds, പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അതായത് ഇത് രണ്ട് എൻ സർഫസസ് ആണ്. ഇനി കേർവ്ഡ് സർഫസിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? ദിസ് വിൽ ബി കമ്മിങ് ലൈക്ക് ദിസ്. ഇ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് കിട്ടിയത്. ഇവിടെ കിട്ടുന്ന ds എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ, ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദിസ് ഇസ് ഇ. ഐ ആം ജസ്റ്റ് showing here. This is the direction of E and this is ds. ഇനി നോക്കി നോക്കൂ, ഇവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ് വരിക? നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്, സെയിം മെത്തേഡിലാണ് ചെയ്യുന്നത്. സോ ഹിയർ വി ആർ ഹാവിംഗ് തീറ്റ ആസ് 90 ഡിഗ്രി. ഇനി ഈ സൈഡിലാണെങ്കിൽ തീറ്റ വിൽ ബി 0 ഡിഗ്രി ആൻഡ് ഹിയർ ഓൾസോ വി ഹാവ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. സോ രണ്ട് എൻ സർഫസസിൽ ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി ആണ്. ഇനി ടോട്ടൽ ഫ്ലക്സ് കാണാമല്ലോ. ഫൈ എങ്ങനെ കാണാം? ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഫസ്റ്റ് കേസിൽ എന്തുണ്ട്? ഇത് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റഗ്രൽ, അതായത് കേർവ്ഡ് സർഫസിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ് പ്ലസ് എന്ത് കാണാം? എൻ സർഫസസിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ്. ഇനി ഇവിടെ ഉണ്ടാവുന്ന കേർവ്ഡ് സർഫസിൽ ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ് വരുന്നത്? കേർവ്ഡ് സർഫസിൽ 90 ഡിഗ്രി ആണ് അല്ലെ. സോ ഈ ഇന്റഗ്രൽ ഇ ഡി എസ് ഇൻറ്റു കോസ് 90 പ്ലസ് എൻ സർഫസിലാണെങ്കിൽ എത്രയാണ്? ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് 0. റൈറ്റ്. ഇനി എന്ത് ചെയ്യാം? വാല്യൂസ് ഇവിടെ കോസ് 90 അതുകൊണ്ട് എന്താണ്? ഇത് 0 ആയിട്ട് പോയി. സോ 5 വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ ഇവിടെ 2, അതായത് 2 എൻ സർഫസസ് അല്ലേ. സോ 2 ഇൻറ്റു ഇ ഇന്റഗ്രൽ ഡി എസ് എന്ന് വരില്ലേ? കാരണം ഇ എന്ന് പറയുന്നത് നമുക്കറിയില്ല, കോൺസ്റ്റന്റ് ആണ്. ഹിയർ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ഇ ആൻഡ് ഡി എസ്. ഇവിടെ കോസ് 0 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡി എസ് എന്ന് മാത്രമാണ് കിട്ടുന്നത്. സോ ഡി എസിന് പകരം എന്ത് ചെയ്യാം? ഇന്റഗ്രൽ ഡി എസ് കാണാം. ഇനി ഈ കേസിൽ ഉണ്ടാവുന്ന ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ടോട്ടൽ ഏരിയക്ക് ഈക്വൽ അല്ലേ. ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം ഇക്വേഷനെ? ഫൈ ഈസ് ഈക്വൽ ടു 2e ഇൻറ്റു എ എന്ന് എഴുതാമല്ലോ. ഇന്റഗ്രൽ ഡി എസിന് പകരം എ എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ നമ്മളെ രണ്ട് സ്റ്റെപ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് അസ്യൂംഡ് എ ഗോഷ്യൻ സർഫസ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് കാൽക്കുലേറ്റഡ് ദ ടോട്ടൽ ഫ്ലക്സ്. അതായത് ഇവിടെ രണ്ട് എൻ സർഫസസിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് മാത്രമാണ് റിമെയിൻ ചെയ്യുന്നത് ഇൻ ദ
curved surface, what is happening? Curved surface, the angle was 90 degree. That means the flux will not exist. ആ ഫ്ലക്സ് എന്താണ്? സീറോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായി? Phi is equal to 2e into integral ds ആണ്. And integral ds is equal to a. Therefore we can write phi is equal to 2ea. That is our first equation. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യണം. എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ്? Yes, Gauss's law apply ചെയ്യാം. എന്താണ് Gauss's law? Phi is equal to integral, closed integral E dot ds. Okay, that is equal to 1 by epsilon 0 into q ആണ്. That can be written as 1 by epsilon 0 into q എന്ന് പറയുന്നത് എത്രയാണ്? സിഗ്മ a ആണ്. So 1 by epsilon 0 into sigma a ക്ക് equal ആണ്. That is our second equation. This was the first equation. So phi ആണ് LHS ൽ രണ്ടും. So എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. So what we will get? 2 into EA will be equal to 1 by epsilon 0 into sigma A. അവിടെ ഏതെങ്കിലും ടേംസ് ക്യാൻസൽ ചെയ്യോ? യെസ്, A and A will get cancelled. അപ്പൊ കിട്ടുന്നത് എന്താണ്? E is equal to 1 by 2 epsilon 0 into sigma, or sigma by 2 epsilon 0. അങ്ങനെ വേണമെങ്കിലും എഴുതാം. So E will be equal to sigma divided by 2 epsilon 0. That is the equation for finding the electric field intensity due to a uniformly charged infinite plane sheet. അപ്പൊ ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇക്വേഷൻ എന്താണ്? E is equal to sigma divided by 2 epsilon 0. അപ്പൊ ആദ്യത്തെ ഒരു കേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ വീണ്ടും സിലിണ്ടറിക്കൽ സർഫസ് എടുത്തത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് സെയിം മെത്തേഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അത് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. സോ ഫൈനൽ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കണം. ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇവിടെ വേറെ, അതായത് ഇപ്പോ സിഗ്മ എന്ന് പറയുന്നതിന് മാത്രമാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലെ. അതായത് സർഫസ് ചാർജ് ഡെൻസിറ്റി മാത്രമാണ്. അതായത് 2 എപ്സിലോൺ 0 കോൺസ്റ്റൻസ് ആണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ വാല്യൂ ഓഫ് സിഗ്മ, ദാറ്റ് ഈസ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ ഡെറിവേഷൻ. ഇനി ഇതേ മെത്തേഡിൽ അല്ലാതെ നമുക്ക് വേറെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റും. കാരണം ഇൻസ്റ്റെഡ് ഓഫ് ദി സിലിണ്ടറിക്കൽ സർഫസ് വി ക്യാൻ അസ്യൂം അനദർ ഗോഷ്യൻ സർഫസ്. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ഈസ് ദ ഈസിസ്റ്റ് മെത്തേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് പറഞ്ഞത്. സോ രണ്ടാമത്തെ കേസിലുള്ള ഡെറിവേഷൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒരു ഡെറിവേഷനും കൂടിയാണ് ബാക്കിയുള്ളത്. സോ വി ക്യാൻ മൂവ് ടു ദാറ്റ്. Now we are moving to the third application of Gauss's law, that is the electric field due to a uniformly charged thin spherical shell. അതായത് ഒരു തിൻ സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ഹോളോ സിലിണ്ടർ അല്ലെങ്കിൽ ഹോളോ ഷെൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ we have to find the electric field due to that at a particular point. So here we are considering a spherical shell. അതായത് ഒരു സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ഷെല്ലാണ്. It is uniformly charged. Here we can see that it is positively charged and its radius is capital R. അതായത് അതിന്റെ ഷെല്ലിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ഷെല്ലിന് ഔട്ട്സൈഡിലുള്ള ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ കേസിൽ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഇവിടെ ഉണ്ടാവുന്ന ചാർജ് ലെറ്റ് ഇറ്റ് ബി ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ക്യൂ. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണ്. ഓക്കെ, ഷെല്ലിൽ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് ക്യൂ ആണ്. ഇനി നമുക്ക് ആദ്യം ഒരു പോയിന്റ് പി നമ്മൾ അസ്യൂം ചെയ്യണം ഇവിടെ, അതായത് ഔട്ട്സൈഡ് ദി ഷെല്ലാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സെയിം സ്റ്റെപ്സ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യും? ഒരു ഗോഷ്യൻ സർഫസ് ഇവിടെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ, ഇൻ ദ ഫോം ഓഫ് എ സ്ഫിയർ. ഓക്കെ, സ്ഫിയറിന്റെ സെയിം ഷേപ്പിലാണ് നമ്മള്, അതായത് സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ് ആണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോ ഇവിടെ ഉണ്ടാകുന്ന റേഡിയസ് എത്രയായിരിക്കും? ഇത് ഷെല്ലിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. പക്ഷെ നമ്മൾ എടുക്കുന്ന ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ R ആണ്. ഓക്കെ, ദിസ് ഇസ് സ്മോൾ ലെറ്റർ R. ഹിയർ വി ആർ കൺസിഡറിങ് എ പോയിന്റ് P. P എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ചാർജ് പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഔട്ട്സൈഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ റേഡിയസ് വെക്ടർ ആണ് വരയ്ക്കുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഏരിയ വെക്ടർ എങ്ങോട്ടായിരിക്കും? DS. ദാറ്റ് ഓൾസോ വിൽ ബി ഇൻ ദ സെയിം ഡയറക്ഷൻ. ആംഗിൾ കിട്ടുന്നത് തീറ്റ 0 ഡിഗ്രി ആണ്. ഓക്കെ, 0 ഡിഗ്രി. സോ ദിസ് ഈസ് ദ പോർഷൻ ദാറ്റ് വി ആർ കൺസിഡറിങ്. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തു. നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇലക്ട്രിക് ഫ്ലക്സ് കാണണം. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ കാണാം? Phi is equal to ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ E ds ഇൻറ്റു cos 0 ആണ് അല്ലെ. cos 0 1 ആണ്. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ E ഇൻറ്റു ds. ഇനി
ഇവിടെ ഉണ്ടാവുന്ന ഇ എന്ന് പറയുന്നതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് ആണ് കാണേണ്ടത്. ഇവിടെ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് ഈ സർഫസിൽ ഉണ്ടാവുന്ന, അതായത് ടോട്ടൽ സർഫസ് ചാർജ് ആണ് ഇവിടെ കാണേണ്ടത്. അതായത് ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഗോഷ്യൻ സർഫസ് ഇവിടെ നമ്മൾ ആർ എന്ന് പറയുന്ന ഗോഷ്യൻ സർഫസ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് ഹിയർ ദാറ്റ് ക്യാപിറ്റൽ ആർ ഈസ് ഗ്രേറ്റർ ദാൻ സ്മോൾ ലെറ്റർ ആർ ആണ്. ആർ ഈസ് small letter r is greater than capital R ആണ്. Okay, so here we are considering that integral ds as what will be the value of integral ds? That will be 4 pi r square. 4 pi into small r square. അതായത് ഈ ഏരിയ, ഈ സർഫസ് ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത്. കാരണം പോയിന്റ് എടുത്തിട്ടുള്ളത് എവിടെയാണ്? ഈ പോയിന്റ് പിയിലാണ്. അപ്പൊ അവിടെ നിന്നുണ്ടാവുന്ന റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആയതുകൊണ്ടാണ് നമുക്ക് ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് 4 pi r square എന്ന് കിട്ടുന്നത്. സോ വാട്ട് വി വിൽ ഗെറ്റ് ഹിയർ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇ ഇൻറ്റു 4 pi r square എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത കേസിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യണം അല്ലെ. സോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് വിൽ ബി ഈക്വൽ ടു എന്താവും? യെസ്, 1/ε0 ഇൻറ്റു ക്യൂ ആണ്. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ഉം ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇ ഇൻറ്റു 4 pi r square that will be equal to 1/ε0 q എന്ന് കിട്ടും. ഓക്കെ, ക്യൂവിന്റെ വാല്യൂ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ക്യൂ ഇസ് ഈക്വൽ ടു 4 pi r square ഇൻറ്റു സിഗ്മ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും ചെയ്യാം. അല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന് ഇവിടെ ക്യൂ തന്നെ കൊടുക്കാം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഇയുടെ വാല്യൂ എഴുതാമല്ലോ. സോ ഇ വിൽ ബി ഈക്വൽ ടു എന്ത് വരും? 1/4 pi ε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടില്ലേ? ഈ ഇക്വേഷൻ നമുക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലെ. സോ ഈസ് ഈക്വൽ ടു 1/4 pi ε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ എന്നുള്ളത് എന്താണ്? അതായത് ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഔട്ട്സൈഡിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. ഇനി ഇൻസൈഡ് ദ ഷീൽഡ് എന്തായിരിക്കും? അത് ഒരു ഹോളോ ആയിട്ടുള്ള ഒരു സ്ഫിയർ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസൈഡ് എന്തായിരിക്കും വരുന്നത്? ഇൻസൈഡ് ദ ഷെൽ E will be equal to 0 അല്ലെ. E is equal to 0 ആണ്. Then what about that means on the surface? സർഫസിലായിരിക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? സർഫസിൽ ഉണ്ടാവുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, ഹിയർ ബോത്ത് വിൽ ബി ദ സെയിം. അതായത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? സ്മോൾ ലെറ്റർ ആർ വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ്. സോ ഓൺ ദി സർഫസ് എന്ത് വരും? സ്മോൾ ലെറ്റർ ആർ വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ്. സോ വട്ട് വി ആർ ഗെറ്റിംഗ് ദാറ്റ് ഇ ഈസ് ഈക്വൽ ടു 1/4 pi ε0 ക്യൂ ബൈ ആർ സ്ക്വയർ തന്നെയാണ്. സോ ബോത്ത് വിൽ ബി ദ സെയിം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് തിൻ സ്ഫെറിക്കൽ ഷെൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ക്യൂവിന്റെ സ്ഥാനത്ത് ഈ ഇക്വേഷൻ കൊടുത്തുകൊണ്ടും ചെയ്യാം. ദാറ്റ് ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4 pi r സ്ക്വയർ കൊടുത്തുകൊണ്ട് തന്നെ സെയിം സ്റ്റെപ്സ് ചെയ്യാം. അപ്പൊ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചു വെക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. Here we are considering a spherical shell which has a radius capital letter R. Okay, and its charge is small letter q. And here we have to find the electric field at a point P which is kept at a distance of small letter r from the center of the spherical shell ആണ്. So here we are taking the directions of electric field and surface area. Okay, surface area ds ആണ്. So that is also in the same direction of electric field. ഇനി ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? Here we are finding the total flux. അതായത് E into ds ആണ്. ഇന്റഗ്രൽ ds എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 4 pi r square, small r square ന് ഈക്വൽ ആണ്. So that we can substitute. So E into 4 pi r square. That is the first equation. Here phi is equal to E into 4 pi r square ആണ്. അടുത്ത കേസ് എന്ത് ചെയ്യും? ഗോസസ് ലോ അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 ക്യൂ ആണ്. സോ വി ക്യാൻ റൈറ്റ് ആസ് ഇറ്റ് ഈസ് 1/ε0 ക്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് അവയുടെ ഇക്വേഷൻസ് ഒന്ന് RHS ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ ഇ ഇൻറ്റു 4 pi r സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/ε0 ക്യൂ എന്നാണ് വരുന്നത്. അപ്പോൾ മറ്റു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. കാരണം ക്യൂവിന് പകരം നമുക്ക് സിഗ്മ ഇൻറ്റു 4 pi r സ്ക്വയർ എന്ന് വെച്ചുകൊണ്ടും
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഹിയർ വി ആർ ഗെറ്റിംഗ് E is equal to 1/4πε0 into Q by R square. ഇത് എവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്? അതായത് P എന്ന് പറയുന്ന പോയിന്റ്, അതായത് ഇലക്ട്രിക് ഷെല്ലിന്റെ ഔട്ട്സൈഡിലുള്ള പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടിയത്? 1/4πε0 Q by R square കിട്ടിയത്. ഇനി ഇൻസൈഡ് ദ ഷെൽ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, കാരണം ഇറ്റ് ഈസ് empty ആണ്, അതായത് ഹോളോ സിലിണ്ടർ ആണ്. സോ വി ആർ ഗെറ്റിംഗ് ദാറ്റ് വാല്യൂ ആസ് 0 ഇൻസൈഡ് ദ ഷെൽ ആൻഡ് ഓൺ ദ സർഫസ് സ്മോൾ ലെറ്റർ r is equal to capital R ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതായത് അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.